السلام عليكم. Welcome to Jacin's Guide. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم، الحمد لله. اليوم نبدأ الوحدة جديدة في الصف السابع، الوحدة الثالثة. اسم الوحدة الصحة والنظافة. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് തുടങ്ങി വെക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്? 3ാമത്തെ അൽ വഹദത്തു സാലിസ. 3ാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? അസ്സിഹത്തു വന്നലാഫത്തു എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് കേട്ടോ. അപ്പോൾ എന്താണ് അസ്സിഹത്തു വന്നലാഫത്തു എന്ന് പറഞ്ഞാൽ? സിഹ പറഞ്ഞാൽ ഹെൽത്ത് അല്ലേ? അസ്സിഹത്തു വന്നലാഫത്ത്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നാണ്. ആരോഗ്യവും ശുചിത്വവും. അസ്സിഹത്ത് പറഞ്ഞാൽ ആരോഗ്യം, ഹെൽത്ത്. വന്നലാഫത്ത് പറഞ്ഞാൽ ശുചിത്വം. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ആരോഗ്യവും ശുചിത്വം എന്നാണ് നമ്മുടെ ഈ 3ാമത്തെ യൂണിറ്റിന്റെ പേര്. അപ്പോൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് തവക്കഫു അർജൂക്കും മസ്രഹിയ. അതൊരു മസ്രഹിയാണ്, ഡ്രാമയാണ്. പിന്നെ 2ാമത്തെ ചാപ്റ്റർ എന്താ? ബിഅത്തുൻ സലീമ. അത് ഒരു മൽദൂമയാണ്, ഒരു പോയട്രിയാണ്, കവിതയാണ് അല്ലേ. അപ്പോൾ തവക്കഫു അർജൂക്കും എന്ന് പറഞ്ഞാൽ എന്താ? തവക്കഫ് പറഞ്ഞാൽ സ്റ്റോപ്പ്, അർജൂക്കും എന്ന് പറഞ്ഞാൽ പ്ലീസ്, സ്റ്റോപ്പ് പ്ലീസ്, നിർത്തൂ എന്നാണ് നമ്മുടെ ഈ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര്. അതൊരു മസ്രഹിയയാണ്, ഒരു ഡ്രാമയാണ്. പിന്നെ ബിഅത്തുൻ സലീമ എന്ന് പറഞ്ഞാൽ ബിഅത്തുൻ സലീമ, ഹെൽത്തി എൻവിറോൺമെന്റ്. അതൊരു മൻലൂമയാണ് അല്ലേ, അതൊരു പോയട്രിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ, ഒന്ന് തുടങ്ങിയാലോ. അതിന് മുമ്പായിട്ട് 40ാമത്തെ പേജിലോട്ട് നോക്കൂ. നുലാഹിലു വനു അബ്ബിറു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വനു അബ്ബിറു എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. മാതാ തറവന ഫിസൂറത്തി ഷുഫില ഹാദിഹി സൂറ. 40ാമത്തെ പേജിലോട്ട് നോക്കൂ. നിങ്ങൾ എന്താ അതിൽ കാണുന്നത്? ഒരു മനോഹരമായ ഒരു പ്രകൃതി കാണുന്നുണ്ട് അല്ലേ? നല്ല മരങ്ങളും മല ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായൊരു ഒരു പ്രകൃതിയെ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ എന്തൊക്കെ കാണുന്നത്? അൽ ഷാഹത്തും മിസ്ല ഹാദിഹിൽ മുഷാഹദ്. ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെയുള്ള നല്ല മനോഹരമായ പ്രകൃതിയെ, ഇതുപോലെ ഉള്ള ചിത്രങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? മാതാ തുറൂന ഫിസൂറത്തി മൽ മുറാദു ബി ഇഷാറത്തി സല്ലത്തി. മൽ മുറാദു സല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സല്ലത്ത് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ബിൻ എന്ന് പറയാം. ബിൻ, കൊട്ട എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു കൊട്ടയ്ക്കാണ് ഇവിടെ സല്ലത്ത് എന്ന് പറയുന്നത്. അപ്പൊ മൽ മുറാദു ബി ഇഷാറത്ത് സല്ലത്ത്. ആ സല്ലത്ത് എങ്ങനെ, ആ കൊട്ട എങ്ങനെ ഒരു എന്താണ്, എന്തോന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ? എന്തോ കൈകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൽ മുറാദു ബി ഇഷാറത്ത് സല്ലത്ത് കൈഫ തഈബത്ത് സല്ലത്തു. ഈ സല്ലത്ത് എന്തോ ക്ഷീണിതനായിക്കൊണ്ട് സ്റ്റോപ്പ് പറയാണല്ലേ? അതുപോലെയല്ല നമുക്ക് തോന്നുന്നത്. ആ സല്ലത്തിന്റെ ഇഷാറത്ത് ഒരു തഈബ അല്ലേ, ഒരു ക്ഷീണത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ഒരുപാട് ആ കൊട്ടയിൽ ഒരുപാട് വേസ്റ്റുകൾ നിറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നിട്ട് ക്ഷീണിതനായി ഇനി ഇഡലി എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ആ കൊട്ടയിലേക്ക് നോക്കിയാല്. അപ്പോ കൈഫ താഴിബത്ത് സ്ഥലത്ത് എങ്ങനെയാണ് ഈ കൊട്ട, ഈ വേസ്റ്റ് ബിൻ എങ്ങനെയാണ് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കുക? കൈഫ തറോന അൽബിയത്തിലെത്തി ഹൗല സ്ഥലത്തെ, അതിന്റെ ചുറ്റുമുള്ള ആ കൊട്ടയ്ക്ക് ചുറ്റുമുള്ള ആ പ്രകൃതിയെ നോക്കിയോ നിങ്ങള്? കൈഫ തറോന നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? അൽബിയത്തിലെത്തി ഹൗലസല്ലത്തി, ആ കൊട്ടക്ക് ചുറ്റുഭാഗം എന്താണ് അവസ്ഥ? ഷാഹദത്തു മിസ്ല ഹാദിഹിൽ മുഷാഹദ്. ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വേസ്റ്റ് ബിൻ? ഇപ്പൊ നമ്മള് ഒരു എന്താണ്, ഒരു പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ വേസ്റ്റ് ബിൻ കാണാം. അതിന് ചുറ്റും വേസ്റ്റ് ബിൻ നിറഞ്ഞ്, പിന്നെ അതിന് ചുറ്റും വേസ്റ്റുകൾ ഓരോരുത്തരെ നമ്മുടെ മനുഷ്യന്മാരുടെ കരങ്ങളാൽ തന്നെ സംഭവിച്ചതാവും അല്ലേ? വേസ്റ്റുകൾ ഒന്നായിട്ട് നിലത്തും ഒക്കെ വീണ് കിടക്കുന്നത്. ഇതുപോലെ ഹൽ ഷാഹദത്തു മിസ്ല ഹാദിഹിൽ മുഷാഹദ്, ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയിന തെർമൂനൽ ഫുലലാത്തോ,
എവിടെയാണ് ഇവര് ഈ വേസ്റ്റ് ഒക്കെ ഇട്ടിക്കണേ? വേസ്റ്റ് പിന്നെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? മൻ തഖൂമു ബി തൻലീഫിൽ ബിയത്തി, ആരാണ് ഇതൊക്കെ വൃത്തിയാക്കുക? ഈ പ്രകൃതിയെ, നമ്മുടെ ഈ ബിയത്തിനെ ആരെയാണ് ക്ലീൻ ചെയ്യുക? മൻ തഖൂമു, അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമല്ലല്ലേ? നമ്മൾ വേസ്റ്റുകൾ വേസ്റ്റ് ബിന്നിലേക്ക് തന്നെ ഇടുക. അതുപോലെ വേസ്റ്റ് കണ്ടാൽ അത് കൊണ്ടുപോകാനുള്ള ടീമിനെ, അതുപോലെ മുനിസിപ്പാലിറ്റി, അതുപോലെ പഞ്ചായത്ത്, വേസ്റ്റ് കൊണ്ടുപോകുന്ന അവരൊക്കെ നമ്മൾ വിവരം അറിയിച്ച് അത് ക്ലീൻ ചെയ്യാൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം അല്ലേ? അപ്പൊ അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്യമാണ് അല്ലേ? മസ്ഊലിയത്തുന നഹ്വ ഹാദിൽ അമാലി, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ ഇത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? എന്തായിരിക്കും നമ്മുടെ ഉത്തരവാദിത്തം? അത് ക്ലീൻ ചെയ്യാനുള്ള, അത് പ്രകൃതിയെ ക്ലീൻ ആക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം അല്ലേ? നമുക്ക് കഴിയുന്ന പരമാവധി നമ്മൾ അത് ശ്രദ്ധിക്കണം. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യാനും, അതുപോലെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ടീമിനെ വിവരം അറിയിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് പറയൂ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? റിസാലത്തോ, ഇതിൽ നിന്നുള്ള ഒരു സന്ദേശം എന്താണ്? ഹാഫിളുൽ ബിയാത്തി മസ്ഊലിയത്തുന തൽവീസുൽ ബിയ യുഹദ്ദിദു ഹയാത്തുന എന്ന് പറയാം അല്ലേ? ഹാഫിളുൽ ബിയ പറഞ്ഞാല് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. മസ്ഊലിയത്തുന, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹാഫിളുൽ ബിയ മസ്ഊലിയത്തുന, പ്രിസർവിങ് ദ എൻവിറോൺമെന്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. പ്രിസർവിങ് എന്ന് പറഞ്ഞാല് സംരക്ഷിക്കുക അല്ലെ? പ്രിസർവിങ് എൻവിറോൺമെന്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അതുപോലെ എന്ത് പറയാം? എൻവിറോൺമെന്റൽ കൺസർവേഷൻ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. കൺസർവേഷൻ എന്ന് പറഞ്ഞാലും സംരക്ഷിക്കുക അല്ലെ? പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തൽവീസുൽ ബിയ യുഹദ്ദിദു ഹയാത്തുന, പരിസ്ഥിതിയെ മലിനമാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയാണ് അല്ലേ? തൽവീസുൽ ബിയ, പരിസ്ഥിതിയെ മലിനമാക്കുന്നത്. തൽവീസ് പറഞ്ഞാല് മലിനമാക്കുക എന്നുള്ളത്. യുഹദ്ദിദു ഹയാത്തുന, നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണ്. വേസ്റ്റുകളെല്ലാം കുമിഞ്ഞു കൂടിയാൽ പിന്നെ നമ്മൾ ശ്വസിക്കുന്നത് മുഴുവൻ ഈ അഴുക്കും സ്മെല്ലും എല്ലാം, അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേടല്ലേ? നമ്മുടെ ജീവിതത്തിന് തന്നെ അത് ദോഷകരമായി ബാധിക്കൂലേ? അപ്പൊ അത് ക്ലീൻ ചെയ്യാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കണം. അപ്പൊ എന്താണ് പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതിയെ മലിനമാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഭീഷണിയാണ് എന്നുള്ളത് എല്ലാവരുടെ മനസ്സിലും ഒരു പോയിന്റ് ആക്കി എപ്പോഴും മനസ്സിൽ വെക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാവരും സ്വീകരിക്കണം. ഹാഫിളുൽ ബിയ മസ്ഊലിയത്തുന തൽവീസുൽ ബിയ യുഹദ്ദിദു ഹയാത്തുന, എൻവിറോൺമെന്റൽ കൺസർവേഷൻ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അതുപോലെ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ത്രെറ്റൻസ് അവർ ലൈഫ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലോട്ടൊന്ന് കിടന്നാലോ? 41ാമത്തെ പേജിലോട്ടൊന്ന് കിടക്കൂ. മൈസ്മു ദർസിന, നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? തവക്കഫു അർജൂക്കും, സ്റ്റോപ്പ് പ്ലീസ് എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര്. തവക്കഫു പറഞ്ഞാൽ സ്റ്റോപ്പ്, അർജൂക്കും എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു മസ്രഹിയയാണെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അതിലെ ഷഖ്സിയാത്തുൽ മസ്രഹിയ നമുക്ക് നോക്കാം. ഇതിലെ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് അല്ലെ? ഷഖ്സിയാത്ത് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ്. മസ്രഹിയ, ഈ മസ്രഹിയയിലെ ഈ പ്ലേ എന്ന് പറയാം. ഈ മസ്രഹിയയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ക്യാരക്ടേഴ്സ് ഓഫ് ദി പ്ലേ ആരൊക്കെയാണ് ഉള്ളത്? സയ്യാദു സമക്ക്, പിന്നെ അതുപോലെ ഷജറ, പിന്നെ ആദിൽ, അമൽ, ലീന എന്നിവരാണ് നമ്മുടെ ഈ ഡ്രാമയിലെ ക്യാരക്ടേഴ്സ്. അപ്പൊ സയ്യാദു സമക്ക് എന്ന് പറഞ്ഞാല് റജുലുൻ ഒംറുഹു ഹംസൂന ആമൻ സിയഹു ഇസാറുൻ വ ഖമീസുൻ. പിന്നെ അഷജറ വലതും ഫിസ്സൂറത്ത് ഷജറ. അതുപോലെ ആദിൽ, അമൽ, ലീന എന്നിവര് തുല്ലാബുൻ ഫിസ്സാബി. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം.
സയ്യാദ് സമക്ക് എന്ന് പറഞ്ഞാൽ ആരാ? ഫിഷർമാൻ എന്ന് പറയാം, മത്സ്യത്തൊഴിലാളി അഥവാ മുക്കുവൻ എന്നൊക്കെ പറയാം. മത്സ്യം കച്ചവടം ചെയ്യുന്നവരും മത്സ്യം വേട്ടയാടുന്നു എന്ന് വെച്ചാൽ മുക്കുവൻ എന്നൊക്കെ പറയാം. അപ്പൊ ഇവരെ സയ്യാദ് സമക് എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി, അതുപോലെ മുക്കുവൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവരെന്താണ്? റജുലുൻ ഉംറുഹു 50 ആമൻ, എ മാൻ ഓഫ് 50 years ഓൾഡ്. ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്നൊരു മനുഷ്യനാണ് ആര്? സയ്യാദ് സമക്ക്. സിയഹു ഇസാറും വഖമീസും. അദ്ദേഹത്തിന്റെ വേഷവിധാനം എങ്ങനെയാണ്? എ ലോങ് ക്ലോത്ത് ആൻഡ് എ ഷർട്ട്. എന്താണ്? ഒരു കമീസാണ് ധരിച്ചിട്ടുള്ളത്. ഇസാറുൻ വഖമീസും എന്ന് ഒരു തുണിയും ഒരു ഷർട്ടുമാണ്. നീളം കുപ്പായത്തിനാണ് കമീസ് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു വേഷമാണ് അവരുടേത് കേട്ടോ. പിന്നെ ഷജറ, അടുത്ത ക്യാരക്ടർ ആരാണ്? ഒരു ഷജറ. അത് വലതുൻ ഫി സൂറത്തി ഷജറ, എ ബോയ് ഇൻ ദി ഫോം ഓഫ് ദി ട്രീ, എ ചൈൽഡ് ഇൻ ദ പിക്ചർ ഓഫ് ദി ട്രീ. ഒരു കുട്ടിയാണ്. ആ കുട്ടി എങ്ങനെയാണ്? എന്താണ്? ഒരു മരത്തിന്റെ രൂപത്തിൽ വേഷം ധരിച്ച് ഒരു മരത്തിന്റെ പിക്ചർ പോലെ നിൽക്കുകയാണ്. അതാണ് ഇവിടെ രണ്ടാമത്തെ ക്യാരക്ടർ, ഷജറത്താണ്. പിന്നെ 3 ക്യാരക്ടേഴ്സ് വേറെ പറയുന്നുണ്ട്. ആദില്, അമല്, ലീന. ഇവരെ തുല്ലാബുൻ ഫിസാബി, 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. 7th ഗ്രേഡ് സ്റ്റുഡൻസ് ആണ് ഇവർ കേട്ടോ. ആദില്, അമല്, ലീന. അപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സ് ആരും മറന്നു പോകരുത്. ഇനി 42ാമത്തെ പേജിലോട്ട് നോക്കൂ. അപ്പൊ ഒരു ഡ്രാമ എങ്ങനെയാണ് പ്ലേ ചെയ്യുക? ഒരു പ്ലേ എന്ന് പറയാം. ഒരു ഡ്രാമ എങ്ങനെയാണ് കളിക്കല്? ഒരു സ്റ്റേജിലായിരിക്കും അല്ലെ? ഒരു മസ്രഹ് നടക്കല് ഒരു സ്റ്റേജിലായിരിക്കും. ആ സ്റ്റേജില് ഒരു കർട്ടന് പിന്നിലായിരിക്കും അവര് നിൽക്കുക. കർട്ടൻ ഉയരുമ്പോൾ അവര് സ്റ്റേജില് അവരുടേതായ ക്യാരക്ടറിൽ അവർ അഭിനയിക്കും. അതിനെയാണ് നമ്മൾ മസ്രഹിയ എന്ന് പറയും, മസ്രഹ് എന്ന് പറയുന്നത്, ഒരു ഡ്രാമ എന്ന് പറയുന്നത്. നിങ്ങൾ ഡ്രാമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കും, ടിവിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ കലോത്സവങ്ങളിലൊക്കെ നിങ്ങൾ ഡ്രാമ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരു സ്റ്റേജിന്റെ പിന്നിൽ, ഒരു കർട്ടന് പിന്നിൽ അവര് അഭിനയിക്കുന്നതിനെയാണ്, കർട്ടൻ ഉയരുമ്പോൾ അവര് അവരുടേതായ ക്യാരക്ടറെ അഭിനയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡ്രാമ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡ്രാമ കണ്ടു നോക്കിയാലോ? ഒരു സ്റ്റേജ് പ്രോഗ്രാം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സീൻ 1 എന്ന് പറഞ്ഞ് കർട്ടൻ ഉയരും അല്ലെ? സീൻ 1 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അൽ മഷ്ഹദുൽ അവൽ, അതിന് സീൻ 1 എന്ന് പറയാം. അൽ മഷ്ഹദുൽ അവൽ, സീൻ 1. ഇർതഫിഉ സിതാറു അലൽ മസ്രഹി മൽഅബുൻ യഅതി 3 ഔലാദിൻ ലില്ലഅബി അൽ മൽഅബു മലിഉം ബിൻ നുഫായാത്തി. ഇർതഫിഉ സിതാറു, കർട്ടൻ ഉയരുന്നു. ദ കർട്ടൻ റൈസസ്. അലൽ മസ്രഹി മൽഅബുൻ, സ്റ്റേജിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് കാണുന്നത്. അലൽ മസ്രഹി, സ്റ്റേജിൽ, മൽഅബുൻ, ഒരു പ്ലേ ഗ്രൗണ്ട്. ഇർതഫിഉ സിതാറു പറഞ്ഞാൽ ദ കർട്ടൻ റൈസസ്, കർട്ടൻ ഉയരുന്നു. ഇർതഫിഉ പറഞ്ഞാൽ ഉയരുന്നു. അലൽ മസ്രഹി മൽഅബുൻ, സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. പ്ലേ ഗ്രൗണ്ട് ഓൺ ദി സ്റ്റേജ്. യഅതി 3 ഔലാദിൻ ലില്ലഅബി, യഅതി വരുന്നു. 3 ഔലാദിൻ, 3 കുട്ടികൾ വരുന്നു. ലില്ലഅബി, കളിക്കാൻ വേണ്ടിയിട്ട് 3 കുട്ടികൾ ആ പ്ലേ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. മൽഅബ് എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട്, ഫീൽഡ് എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ the 3 boys come to play. 3 children, 3 കുട്ടികൾ വരുന്നു. കം ടു പ്ലേ, കളിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അൽ മൽഅബു മലിയും ബിൻ നുഫായാത്തി. അപ്പൊ നമുക്ക് സ്റ്റേജിൽ കാണുന്ന സീൻ എങ്ങനെയാണ്? അൽ മൽഅബു, ആ കളിക്കളം, പ്ലേ ഗ്രൗണ്ട് എന്താണ്? മലിയും ബിൻ നുഫായാത്തി. ദ പ്ലേ ഗ്രൗണ്ട് ഈസ് ഫുൾ ഓഫ് ഗാർബേജ്, ഫുൾ ഓഫ് വേസ്റ്റുകൾ നിറഞ്ഞതാണ്. നുഫായാത്ത് പറഞ്ഞാൽ വേസ്റ്റുകൾ, മലി എന്ന് പറഞ്ഞാൽ നിറക്കപ്പെട്ടിരിക്കുന്നു, നിറഞ്ഞിട്ടുണ്ട്. ബിൻ നുഫായാത്ത്, വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ പ്ലേ ഗ്രൗണ്ട് ഈസ് ഫുൾ ഓഫ് വേസ്റ്റ്. അപ്പോൾ തിരശീല ഉയരുമ്പോൾ, ഇർതഫിഉ സിതാർ പറഞ്ഞാൽ തിരശീല ഉയരുമ്പോൾ, അലൽ മസ്റായി മൽഅബുൻ, വേദിയിലൊരു കളിസ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 3 കുട്ടികൾ കളിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ
മലാബു കളിസ്ഥലത്തിന്റെ അവസ്ഥ എന്താണ്? മലാബു മലിയും ബിന്നുഫായത്, കളിസ്ഥലം മാലിന്യങ്ങൾ നിറഞ്ഞതാണ് അല്ലേ. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആദിൽ സംസാരിക്കുകയാണ് കേട്ടോ. യാ ഇലാഹി മാ അശ്ന ഹാദിൽ ഖാദൂറ കുഊസ് الشاي وصحون ورقية وبقايا الطعام ونفايات هنا وهناك. എന്താണ് ആദിൽ പറയുന്നത്? ഹോ മൈ ഗോഡ്, വാട്ട് എ മെസ്, ടീ കപ്സ്, പേപ്പർ പ്ലേറ്റ്സ്, ഫുഡ് സ്ക്രാപ്സ്, പിന്നെ ആൻഡ് വേസ്റ്റ് ഹിയർ ആൻഡ് ഹിയർ. എന്താണ് അവൻ പറയുന്നത്? എന്റെ ദൈവമേ, യാ ഇലാഹി പറഞ്ഞാൽ എന്റെ ദൈവമേ, മാ അഷ്ന ഹാദിൽ അള്ളാ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. മാ അഷ്ന ഹാദിഹിൽ കാദൂറ, എത്ര മ്ലേച്ഛമാണ് ഈ വൃത്തികേട്. മാ അഷ്ന പറഞ്ഞാല് എത്ര മ്ലേച്ഛമാണ്, എന്താണ് പറയുന്നത്? ഹാദിൽ കാദൂറ, ഈ വേസ്റ്റുകൾ, ഈ വൃത്തികേട് എത്ര മ്ലേച്ഛമാണ്. അവൻ അത്ഭുതത്തോടെ പറയാണ്. കളിക്കാൻ വന്ന സ്ഥലത്ത് ആകെ വേസ്റ്റുകൾ നിറഞ്ഞിരിക്കല്ലേ. അപ്പൊ അവൻ പറയാണ് മാ അഷ്ന ഹാദിൽ കാദൂറ, എത്ര മ്ലേച്ഛമാണ് ഈ വൃത്തികേട് എന്നാണ് പറയുന്നത്. വാട്ട് എ മെസ് എന്നാണ് പറയുന്നത്. അപ്പൊ കുഊസ് ഷായി സുഹൂനു വറഖിയ വബഖായ ത്വാമി വനുഫായാത്തിൻ ഹുനാ വഹുനാക. കുഊസ് ഷായി പറഞ്ഞാല് ചായക്കപ്പുകൾ. കഅസും ജമ്മ കുഊസ് പറഞ്ഞാൽ നമ്മള് കപ്പിനല്ല പറയാ കഅസ്. അപ്പം കുഊസ് ഷായി, നമ്മൾ ചായയുടെ കപ്പുകളുണ്ട് ഒക്കെ ഇങ്ങനെ വേസ്റ്റ് വിതറിക്കെടുക്കാണ്. അതുപോലെ ചായക്കപ്പുകൾ. സുഹൂനും വറക്കിയാൻ, പേപ്പർ പ്ലേറ്റുകൾ ഉണ്ട്. ബക്കായ താമി വനുഫായാത്തുൻ ഹുനാ വഹുനാക്ക. അതുപോലെ ബക്കായ താമി പറഞ്ഞാല് മിച്ചം വരുന്ന ഭക്ഷണ വേസ്റ്റുകൾക്കാണ്. ബക്കായ പറഞ്ഞാല് ബാക്കിയായ എന്ന് വെച്ചാല് മിച്ചം വരുന്ന വേസ്റ്റ്. ബക്കായ ത്വാമി ഭക്ഷണം ബാക്കി വന്ന ഭക്ഷണം. വനുഫായാത്തുൻ അതുപോലെ വേസ്റ്റുകൾ. ഹുനാ വഹുനാക്ക അവിടെയും ഇവിടെയൊക്കെ മാലിന്യങ്ങൾ. അപ്പോ എന്താ ഒറ്റ അടിക്കെന്താ പറഞ്ഞാല് ആദിലെന്താ പറയുന്നത്? യാ ഇലാഹി എന്റെ ദൈവമേ, എത്ര മ്ലേച്ഛമാണ് ഈ വൃത്തികേട്. ചായക്കപ്പുകൾ, പേപ്പർ പ്ലേറ്റുകൾ, പിന്നെ മിച്ചം വന്ന ഭക്ഷണങ്ങള്, അവിടെയും ഇവിടെയൊക്കെ. ഹുനാ വഹുനാക്ക പറഞ്ഞാല് അവിടെയും ഇവിടെയൊക്കെ എന്താണ്? നുഫായാത്തുൻ മാലിന്യങ്ങളാണ്. ഹോ മൈ ഗോഡ്, വാട്ട് എ മെസ്, ടീ കപ്സ്, പേപ്പർ പ്ലേറ്റ്സ്, ഫുഡ് സ്ക്രാപ്സ് ആൻഡ് വേസ്റ്റ് ഹിയർ ആൻഡ് ദർ എന്നാണ് അമൽ ആദിൽ പറയുന്നത്. അമൽ കാനമല ബുനാനലീഫൻ. അമൽ എന്താ പറയുന്നത്? അവർ പ്ലേ ഗ്രൗണ്ട് വാസ് ക്ലീൻ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കളിസ്ഥലം വൃത്തിയുള്ളതായിരുന്നു. കാന ആയിരുന്നു, മലാബുന ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്, ഞങ്ങളുടെ കളിസ്ഥലമായിരുന്നു, നലീഫൻ നല്ല വൃത്തിയുള്ളതായിരുന്നു. അവർ പ്ലേ ഗ്രൗണ്ട് വാസ് ക്ലീൻ. ലീന തുബാൻ മൻ അൽഖ ഹാദിഹിൽ ഖാദൂറാത്തി ഹുന. ലീന എന്താ പറയുന്നത്? അപ്പോ ഓഫ് കോഴ്സ്, തുബാൻ പറഞ്ഞാൽ ഓഫ് കോഴ്സ് തീർച്ചയായും. മൻ അൽഖ ഹാദിൽ ഖാദൂറാത്തി ഹുന, ഹു ത്രോ ദിസ് ഡേർട്ട് ഹിയർ, ദിസ് ഗാർബേജ് എന്നൊക്കെ പറയാം. ഡേർട്ട് അഥവാ ഗാർബേജ്. കാദൂറാത്ത് പറഞ്ഞാല് ഈ മ്ലേച്ഛമായ വേസ്റ്റുകൾക്കാണ് കാദൂറാത്ത് എന്ന് പറയാ, വേസ്റ്റ്. അതുപോലെ ഗാർബേജ് എന്ന് പറയാം, ഡേർട്ട് ഗാർബേജ് എന്നൊക്കെ പറയാം. അപ്പോ അവൻ എന്താ പറയുന്നത്? മൻ അൽക്ക ആരാണ് ഇവിടെ ഇട്ടത്? ഹാദിഹിൽ കാദൂറാത്ത് ഈ വേസ്റ്റുകളൊക്കെ ആരാ ഇവിടെ ഇട്ടത്? ഹുന ഇവിടെ. ഹു ത്രോ ദിസ് ഡേർട്ട് അഥവാ ഗാർബേജ് ഇൻ ദ ഹിയർ എന്നാണ് ചോദിക്കുന്നത്. ആദിൽ വാസഫ മഹാദിൽ ഓഫ്ല. അപ്പൊ ആദിൽ എന്താ പറയുന്നത്? ഒരു നിരാശവാനായിക്കൊണ്ട് വാസഫ ഖേദകരം എന്ന് പറയാണ്. മഹാദിഹിൽ ഓഫ്ല, വാട്ട് ഈസ് ദിസ് നെഗ്ലിഗൻസ് എന്ന് വെച്ചാൽ കെയർലെസ്നെസ്. എന്താണ് ഈ അശ്രദ്ധ എന്നാണ് അവൻ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദിസ് നെഗ്ലിഗൻസ്, കെയർലെസ്നെസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ അശ്രദ്ധ? അയ്യോ എന്താണ് ഈ അശ്രദ്ധ എന്നാണ് അവന് പറയുന്നത്. മഹാദിൽ ഗഫ്ല. ഗഫ്ല പറഞ്ഞാല് ഇഹ്മാൽ എന്നൊക്കെ പറയാം. ഇഹ്മാൽ, ഹമല, ഇഹ്മാൽ എന്ന് വെച്ചാല് അശ്രദ്ധ. കെയർലെസ് ആയി ചെയ്യുന്നതിനെയാണ് ഗഫ്ലത്ത് എന്ന് പറയാം. അപ്പൊ അവനെന്താ പറയുന്നത്? വാട്ട് ഈസ് ദിസ് നെഗ്ലിഗൻസ്, എന്താണ് ഈ അശ്രദ്ധ, എന്താണ് ഈ കെയർലെസ്നെസ് എന്ന് ആദിൽ ചോദിക്കുകയാണ്. അമൽ കൈഫ നലഅബു ബൈന ഹാദിഹി നുഫായാത്തി. അപ്പൊ അമ്മൽ ചോദിക്കുകയാണ്, ഹൗ ഡു വി പ്ലേ
എമംഗ് ദിസ് വേസ്റ്റ്, ഈ മാലിന്യങ്ങൾക്കിടയിൽ നമ്മൾ എങ്ങനെ കളിക്കും എന്ന് ചോദിക്കുകയാണ്. കൈഫൻ അല്ലാബ്, നമ്മൾ എങ്ങനെ കളിക്കുക? ബൈനഹാദിഹിൻ നുഫായാത്തെ, ഈ വേസ്റ്റുകൾക്കിടയിലൊക്കെ നമ്മൾ എങ്ങനെ കളിക്കുക? ബൈന പറഞ്ഞാൽ ഇടയിൽ, അന്നുഫായാത്ത് പറഞ്ഞാൽ വേസ്റ്റ് അല്ലേ? ഈ മാലിന്യ, ഹൗ ഡു വി പ്ലേ എമംഗ് ദിസ് വേസ്റ്റ്, ഈ മാലിന്യങ്ങൾക്കിടയിൽ നമ്മൾ എങ്ങനെ കളിക്കും? ലീന തആലോ യാ അസ്തികായി സനതആവനു ജമീഅൻ ഫീ തൻലീഫിൽ മലാബി. എന്താണ് ലീന പറയുന്നത്? വരൂ സുഹൃത്തുക്കളെ, താലോ എന്ന് പറഞ്ഞാല് വരൂ, ഇങ്ങോട്ട് വരൂ, എന്താണ് കമോൺ എന്നൊക്കെ പറയില്ലേ, താലോ പറഞ്ഞാല് കമോൺ, യാസ്തിക്കായി മൈ ഫ്രണ്ട്സ്, കൂട്ടുകാരെ ഇങ്ങോട്ട് വരൂ, സനതാവനു നമുക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട്, സനതാവന് പറഞ്ഞാല് വി വിൽ ഓൾ കോപ്പറേറ്റ് പരസ്പരം സഹകരിക്കാം, സനതാവനു ജമീഅൻ ഫീ തൻലീഫിൽ മലബി, ഈ കളിസ്ഥലം ക്ലീൻ ചെയ്യുന്നതിൽ നമുക്ക് എല്ലാവർക്കും കൂടി പരസ്പരം സഹകരിക്കാം എന്നാണ് പറയുന്നത്. താലോ യാ അസ്തികായി സനതാവനു ജമീഅൻ ഫീ തൻലീഫിൽ മലാബി, കം ഓൺ മൈ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഓൾ ക്ലീൻ അപ്പ് ദി പ്ലേ ഗ്രൗണ്ട്. എന്ന് വെച്ചാല് വി വിൽ ഓൾ കോപ്പറേറ്റ് അല്ലെ, നമ്മളെല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ കളിസ്ഥലം വൃത്തിയാക്കാമെന്നാണ് ലീന അപ്പോൾ പറയുന്നത് അല്ലെ. യഖ്റുജൂന അനിൽ മസ്റഹി വയദ്ഖുലൂന ബിഅക്യാസി വയജ്മഊന നുഫായാതു. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ഒരു ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൗണ്ട്, ഒരു അശരീരി പോലെ, ഒരു അനൗൺസ്മെന്റ് പോലെ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ. സ്റ്റേജിൽ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേജിന് പുറത്ത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതുപോലെ പറയാണ്, യഖ്റുജൂന അനിൽ മസ്റഹി, അവർ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്, അവർ പുറപ്പെടുകയാണ്. വയദ്ഖുലൂന, എന്നിട്ട് അവര് പ്രവേശിക്കുന്നു, ബിഅക്യാസിൻ, കീസുകളുമായി, കവറുകളുമായിട്ട് അവരെ പ്രവേശിക്കുകയാണ്. എന്നിട്ട് വയജ്മഊന നുഫായാത്തു, അവര് മാലിന്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവര് സ്റ്റേജ് വിട്ട് ആദ്യം പോകുന്നു, എന്നിട്ട് ബാഗുകളുമായി യദ്ഖുലൂന ബിഅക്യാസിൻ, കീസുൻ ജമ്മ് അക്യാസുൻ അല്ലേ, അവര് കീസുമായിട്ട് ബാഗുകളുമായിട്ട് അവര് അകത്തേക്ക് കടക്കുന്നു, സ്റ്റേജിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ വയജ്മഊന നുഫായാത്തു, എന്നിട്ട് അവര് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നു. യജ്മഊന പറഞ്ഞാൽ ശേഖരിക്കുന്നു, ഒരുമിച്ച് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. അമൽ മുഷീറൻ ഇലൽ അക്യാസി ഖദ് ജമഅന അന്നുഫായാത്ത് വൽ ആന മാദാ നഫഅലു ബിഹാ. അമൽ എന്താ ചോദിക്കുന്നത്? മുഷീറൻ ഇലൽ അക്യാസി പറഞ്ഞാല് പോയിന്റിങ് ടു ദി ബാഗ്, ആ മുഷീറൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചുകൊണ്ട്, ഇലൽ അക്യാസി അവരുടെ ആ ബാഗ് കീസുകളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അമൽ പറയാണ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, പോയിന്റിങ് ടു ദി ബാഗ്സ്. എന്നിട്ട് അവൻ എന്താ പറയുന്നത്? ഖദ് ജമഅന അന്നുഫായാത്തി, വി ഹാവ് കളക്ട് ദ വേസ്റ്റ് അല്ലെ. വി ഹാവ് ജമഅന പറഞ്ഞാല് നമ്മൾ കളക്ട് ചെയ്തു, ഖദ് ജമഅന നമ്മൾ കളക്ട് ചെയ്തു, അന്നുഫായാത്ത് വേസ്റ്റുകൾ കളക്ട് ചെയ്തു, വി ഹാവ് കളക്റ്റഡ് ദ വേസ്റ്റ്. എന്നിട്ട് എന്താ പറയുന്നത്? വൽ ആന മാദാ നഫഅലു ബിഹാ, നൗ വാട്ട് ഡു വി ഡു വിത്ത് ഇറ്റ്, നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. വൽ ആന മാദാ നഫഅലു ബിഹാ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ലീന ലദയ്യ ഫിക്റത്തുൻ നുഹർരികുഹ ഹൽ തുവാഫിഖൂൻ. അപ്പൊ ലീന എന്താ പറയുന്നത്? ലദയ്യ ഫിക്റത്തുൻ, എനിക്കൊരു ആശയമുണ്ട്. ഐ ഹാവ് ആൻ ഐഡിയ. ലദയ്യ പറഞ്ഞാല് എനിക്കുണ്ട്, ഫിക്റത്തുൻ ഒരു ഐഡിയയുണ്ട്, ഒരു ചിന്ത, ഒരു ആശയമുണ്ട് എനിക്ക്. എന്താണ്? ഐ ഹാവ് ആൻ ഐഡിയ നുഹർരികുഹ, നമുക്കത് കത്തിക്കാം. എന്താണ് പറയുന്നത്? ബേൺ ഇറ്റ്, നമുക്കത് കത്തിക്കാം. അപ്പോൾ ഹറക്ക യുഹരിക്കു, നുഹരിക്കു പറഞ്ഞാല് നമുക്കത് കത്തിക്കാം. ഹറക്ക പറഞ്ഞാൽ കത്തിക്കുക, നുഹരിക്കുഹ പറഞ്ഞാൽ നമുക്കതിനെ കത്തിക്കാം. ഹൽ തുവാഫിക്കൂന, എന്നിട്ട് അവൾ എന്താ ചോദിക്കുന്നത്? ഡു യു അഗ്രി, നിങ്ങൾ ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ഓക്കെ ആണോ, നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഹൽ തുവാഫിക്കൂന, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു
എഗ്രി എന്ന് ചോദിക്കുന്നു. ആദിൽ നാം മുവാഫിക്കൂൻ ഹയ്യ നുഹരിക്. അപ്പൊ ആദിൽ എന്താ പറയുന്നത്? യെസ്. നാം എന്ന് പറഞ്ഞാൽ യെസ്, അതെ. മുവാഫിക്കൂൻ വി അഗ്രി എന്ന് വെച്ചാല് നമ്മള് യോജിക്കുന്നു, ഇതിനോട് ഞങ്ങൾ അംഗീകരിക്കുന്നു, യോജിക്കുന്നു എന്നാണ് പറയുന്നത്. വി അഗ്രി എന്ന് പറയുന്നു. ഹയ്യ എന്നാൽ കമോൺ, നുഹരിക് ലെറ്റ്സ് ബേൺ, നമുക്കത് കരിക്കാം, കത്തിച്ചു കളയാം എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ബേൺ. ഹയ്യ നുഹരിക്, വരൂ നമുക്ക് കത്തിക്കാം എന്നാണ് ആദിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഒരു പോയിന്റ് നമുക്ക് കാണാം. ഹൽ തുവാഫിഖൂന അലാ ഹർക്കിൻ നുഫായാത്തി. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഡു യു അഗ്രി ടു ബേൺ വേസ്റ്റ്? വേസ്റ്റുകൾ കത്തിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ മാലിന്യം കത്തിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കത്തിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് പല സ്രോതസ്സുകളുണ്ട് അല്ലേ? ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകാൻ ഒരു പഞ്ചായത്തും നമ്മുടെ ഗവൺമെന്റൊക്കെ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്രോതസ്സുകളും ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നോക്കില്ല നമ്മൾ ചെയ്യുക. അതുപോലെ നമ്മൾ സ്വയം കത്തിക്കുക, നമ്മുടെ പ്രകൃതിയെ മലിനമാക്കാൻ നമ്മളാരും ശ്രദ്ധിക്കലില്ലല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹൽ തുവാഫിഖൂന അലാ ഹർക്കിൻ നുഫായാത്തി. ഡു യു അഗ്രി ടു ബേൺ വേസ്റ്റ്? മാലിന്യം കത്തിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് പറയൂ. 44-ാമത്തെ പേജിലോട്ട് നോക്കൂ. നുലാഹിൽ സുവറ വനുഅല്ലിഖു അലൈഹ. നമുക്ക് ആ ചിത്രം ശ്രദ്ധിക്കാം. നുലാഹിൽ സുവറ, നമുക്ക് ആ താഴെയുള്ള ചിത്രം ശ്രദ്ധിക്കാം. വനുഅല്ലിഖു അലൈഹ, എന്നിട്ട് അതിനോട് നമുക്കൊന്ന് ഒരു അഭിപ്രായം പറയാം, അഭിപ്രായം ഇടുകയും ചെയ്യാം. വി നോട്ടീസ് ദ പിക്ചർ ആൻഡ് കമന്റ് ഓൺ ദം. നമുക്ക് ഇതിനൊക്കെ ഒരു കമന്റ് പറയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് പറയൂ. താഴെ എന്താണ് കാണുന്നത്? ഈ പിക്ചറിൽ ഒരു പുഴ കാണുന്നുണ്ട് അല്ലേ? ഒരു പാലം, അതിന്റെ മുകളിലൂടെ പോകുന്ന ഒരു പാലം കാണുന്നു. അപ്പം അതുകൊണ്ട് നമുക്കിത് പുഴയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു പുഴ കാണാം. ആ പുഴ എന്താണ്, ആകെ മലിനമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക്, അവിടെ എന്ത് എഴുതാം നമുക്ക്? നിങ്ങളൊന്ന് പറയൂ. അന്നഹ്റു മലിയും ബിൽ കാദൂറാത്തി എന്ന് പറഞ്ഞൂടെ? അന്നഹ്റു മലിയും ബിൽ കാദൂറാത്തി. ദ റിവർ ഈസ് ഫുൾ ഓഫ് ഡേർട്ട് എന്ന് പറയാം. പുഴയിൽ നിറയെ അഴുക്കാണ് അല്ലെ? അഴുക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്നഹ്റു മലിയൂൻ, പുഴ നിറഞ്ഞിരിക്കുന്നു. ബിൽ കാദൂറാത്തി, വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അഥവാ ഡേർട്ട്, ചളി എന്നൊക്കെ പറയാം. അഴുക്ക്, മ്ലേച്ഛമായ ചളി, ഇതിനെയാണ് നമ്മൾ കാദൂറാത്ത് എന്ന് പറയാം. ദ റിവർ ഈസ് ഫുൾ ഓഫ് ഡേർട്ട് എന്ന് പറയാം. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഫിൽ ചെയ്ത് നോക്കാം. അന്നഹ്റു മലിഉം ബിൽ കാദൂറാത്തി. പിന്നെ അടുത്ത് കാണുന്ന പിക്ചർ എന്താണ്? ഒരു പാർക്കാണെന്ന് തോന്നുന്നത്. ഒരുപാട് സിറ്റിംഗ് ഏരിയ ഒക്കെ കാണുന്നുണ്ട്, സീറ്റും അറേഞ്ച്മെന്റും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പാർക്കായിരിക്കും അല്ലേ? അപ്പോൾ അൽമുത്തനസ്സഹു മലിയും ബിൻ നുഫായാത്ത്. അപ്പൊ ഇതിൽ കൊടുത്ത കമന്റ് എന്താണ്? അൽമുത്തനസ്സഹു പാർക്ക് അല്ലേ? മലിയും ബിൻ നുഫായാത്ത്, വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മലിയും എന്ന് പറഞ്ഞാല് നിറഞ്ഞിരിക്കുന്നു, ബിൻ നുഫായാത്ത്, വേസ്റ്റുകൾ കൊണ്ട്. അപ്പൊ എന്താണ് ഇത്? ദ പാർക്ക് ഈസ് ഫുൾ ഓഫ് വേസ്റ്റ് അല്ലേ? പാർക്കിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് രണ്ടാമത്തെ ആ കമന്റ് കാണാൻ, ആ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ഒരു റോഡാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഒരു റോഡിൽ നിറയെ വേസ്റ്റുകൾ വാരി വിതറിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്താം അവിടെ? തെരുവിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്നു, അഥവാ റോഡിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം? റോഡിന് എന്താ പറയാ? അശാരിയോ അല്ലെ? അശാരിയോ മലിയും ബിൻ നുഫായാത്തി എന്ന് പറയാം. ദ സ്ട്രീറ്റ് ഈസ് ഫുൾ ഓഫ് ഗാർബേജ്. ദ സ്ട്രീറ്റ് ഈസ് ഫുൾ ഓഫ് ഗാർബേജ് അഥവാ വേസ്റ്റ്. തെരുവിലെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു, റോട്ടില് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഫിൽ ചെയ്തുകൂടെ? അശാരിയോ മലിയും ബിൻ നുഫായാത്തി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ ബാക്കി ഭാഗം ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം.
അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.